السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون. إنما سلطانه على الذين يتولونه وهم به مشركون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് ഒരു ചുരുങ്ങിയ ജീവിതം അനുവദിച്ചിരിക്കുന്നത് പാരത്രിക ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ ഈമാൻ കൊണ്ട് ആർദ്രതയുള്ളതാക്കണം. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ധന്യമാക്കുകയും ചെയ്യണം. നന്മയിൽ നിന്ന് തിന്മയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വലിയ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് നമ്മുടെ കൂട്ടത്തിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ശൈത്താൻ, ഇബ്ലീസ്, പിശാച് എന്നൊക്കെ പറയും. പിശാചിന്റെ ജോലി തന്നെ മനുഷ്യനെ നന്മയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തിന്മയുടെ വക്താവാക്കി പാരത്രിക ലോകത്ത് അനശ്വരമായ നരകത്തിന്റെ സങ്കേതത്തിലേക്ക് അവന് വലിച്ചിടലാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഓരോ നിമിഷവും പിശാചിനെ കുറിച്ച് മനസ്സിലാക്കുകയും പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും ചെയ്യണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്, ഇന്ന ശൈത്താന അദുവ്വുൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കരുതണം. ഒരിക്കലും അവനോട് ഒരു മൈത്രി ബന്ധം സ്ഥാപിക്കരുത് എന്ന് സാരം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച് അവന്റെ സംഘത്തെ ക്ഷണിക്കുന്നത് തന്നെ നരകവാസികളാകാൻ വേണ്ടിയാണ്. മനുഷ്യനെ നന്മയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തിന്മയുടെ വക്താവാക്കി കഴിഞ്ഞാൽ അവൻ നരകവാസിയായി തീരും. ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യദിനം വരെ വരുന്ന മനുഷ്യരിൽ അധികം പേരും നരകവാസികളാണ്. ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ പിശാചിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗവാസികളാകുകയുള്ളൂ.
അതുകൊണ്ട് നാം ഓരോരുത്തരും പിശാചിന്റെ കുതന്ത്രങ്ങളും ചതിവലകളും മനസ്സിലാക്കി അതിലകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ശത്രുവിന്റെ രൂപത്തിലല്ല അവൻ നമ്മെ സമീപിക്കുന്നത്, നേരെ മറിച്ച് ഒരു മൈത്രി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഒരു ഗുണകാംക്ഷകന്റെ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ അവൻ അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നമ്മെ കബളിപ്പിച്ചുകൊണ്ട് തിന്മയിൽ നന്മയുടെ രസവും ആനന്ദവും നൽകിക്കൊണ്ട് നമ്മെ നന്മയിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും തിന്മയുടെ വക്താവാക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ജിന്നി വൽ ഇൻസി യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ ولتصغى إليه أفئدة الذين لا يؤمنون بالآخرة وليرضوه وليقترفوا ما هم مقترفون. الله പറയുകയാണ്, وكذلك جعلنا لكل نبي ഇപ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും നാം നിശ്ചയിച്ചിട്ടുണ്ട് ശയാതീനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിൽ നിന്നും പിശാചുക്കൾ, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാചുക്കൾ, യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ, അവരുടെ ജോലി തന്നെ കബളിപ്പിക്കുന്ന വചനങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ ഭംഗിയുണ്ടാക്കി തിന്മയിലേക്ക് മനുഷ്യനെ ആനയിക്കലാണ്. പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നുകൂടി തിന്മയെക്കുറിച്ച് നന്മയാണ് എന്ന സങ്കല്പം ഇട്ടുകൊടുക്കും. അല്ലാഹുവല്ലാത്തവരെ സമന്മാരായി കൽപ്പിക്കും. അല്ലാഹുവിന്റെ കൂട്ടത്തിൽ പാർട്ണർമാരെ ഉണ്ടാക്കും. അല്ലാഹുവിന്റെ കൂട്ടത്തിൽ പങ്കുകാരെ ഉണ്ടാക്കും. അതിൽ പ്രത്യേകമായ അലങ്കാരവും സൗന്ദര്യവും പിശാച് ഹൃദയത്തിൽ ഇട്ടുതരും. തിന്മയിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ താല്പര്യം ഇട്ടുകൊടുക്കും. എന്നിട്ടൊന്നും വഴങ്ങുന്നില്ല എന്ന് കണ്ടാൽ ഏതെങ്കിലും മനുഷ്യന്റെ കൂട്ടത്തിൽ പിശാച് കൂടും. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തിന്മയെ തോന്നിപ്പിച്ചു കൊടുക്കും. ആ മനുഷ്യനിലൂടെ നന്മയുടെ വക്താവായ ഒരു മനുഷ്യനെ നന്മയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തിന്മയിലേക്ക് ആനയിക്കും. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നമസ്കരിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യാ അബൂദർ തഅവ്വദ് മിൻ ശയാതീനിൽ ജിന്നി വൽ ഇൻസ്, ഏ അബൂദറേ, പിശാചുക്കളിൽ നിന്ന് നീ കാവൽ തേടണം. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാചുക്കളിൽ നിന്ന്. അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെ, മനുഷ്യരിൽ നിന്നും പിശാചുക്കളുണ്ടോ? പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ടവനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, നഅം ഹും ശർറുൻ മിൻ ശയാതീനിൽ ജിൻ, മനുഷ്യരിൽ തീർച്ചയായും പിശാചുക്കളുണ്ട്. അവർ ജിന്നുകളായ പിശാചുക്കളെക്കാൾ കൂടുതൽ തിന്മയുടെ വക്താക്കളായിരിക്കും. ഇന്ന് ലോകത്ത് മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ തിന്മയിലേക്ക് ചേക്കേറുന്നത് പലപ്പോഴും കൂട്ടുകാരിൽ നിന്നുള്ള സ്വാധീനം കൊണ്ടായിരിക്കും. നമ്മുടെ അടുക്കലേക്ക് സൗഹൃദ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് കടന്നു വരുന്നവര് അവര് നല്ലയാളായി ചമഞ്ഞുകൊണ്ടാണ് നമ്മെ സമീപിക്കുന്നത്. പടിപടിയായി അവരുടെ തിന്മ നമ്മുടെ ഉള്ളിലേക്ക് ചെലുത്തുകയും അവര് പ്രവർത്തിക്കുന്ന തിന്മയിലേക്ക് നമ്മൾ അറിയാതെ ചെന്നു വീഴുകയും ചെയ്യുകയാണ്. ലോകത്തെ തിന്മ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ജിന്നുകളിൽ നിന്നുള്ള പിശാചുക്കളെക്കാൾ ഗൗരവം കൂടിയതാണ് മനുഷ്യരിൽ നിന്നുള്ള പിശാചുക്കൾ. അവർ മനുഷ്യരെ തിന്മയിലേക്ക് ആനയിക്കും, ശിർക്കിലേക്കും കുഫറിലേക്കും മഅസിയത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അങ്ങനെ അവർ പ്രവർത്തിക്കില്ലായിരുന്നു. ഫദറുഹും
അതുകൊണ്ട് ആ പിശാചുകളെയും അവരെ ആരോപിക്കുന്ന കാര്യങ്ങളെയും നിങ്ങൾ വിട്ടേക്ക് അതിലേക്ക് ശ്രദ്ധിക്കരുത്. എന്തിനു വേണ്ടിയാണ് പിശാചുകൾ മനുഷ്യന്റെ ഹൃദയത്തെ കബളിപ്പിച്ചുകൊണ്ട് ഭംഗിവാക്കുകൾ ഇട്ടുകൊണ്ട് തിന്മയിലേക്ക് ആനയിക്കുന്നത്? പിശാച് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് ഹൃദയത്തിൽ ഭൗതികതയുടെ അതിപ്രസരം വല്ലാതെ സ്വാധീനിക്കുമ്പോഴാണ്. ഇന്ന് ദീനിന്റെ ആൾക്കാരുടെയും ഹൃദയത്തിൽ കവർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഭൗതികത. ആഖിറത്തെ കുറിച്ച് വിശ്വാസമില്ലാത്തവരുടെ ഹൃദയത്തിൽ അവൻ സ്വാധീനം ചെലുത്തും. പിശാച് കബളിപ്പിച്ച് ഭംഗിയാക്കി തോന്നിച്ചിരിക്കുന്ന തിന്മകളിൽ അവൻ സായുജ്യമടിയും. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മകളൊക്കെ ചെയ്തു കൂട്ടാൻ വേണ്ടി ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ഇഖ്തിയാർ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ്. ഇവിടെ നന്മയും പ്രവർത്തിക്കാൻ തിന്മയും പ്രവർത്തിക്കാൻ രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മയിലേക്ക് ആനയിക്കുന്ന ഘടകങ്ങൾ ഈ ഭൗതിക ലോകത്തുണ്ട്. പിശാച് നന്മയിലേക്ക് ആനയിക്കുന്ന ഘടകങ്ങൾ ദുനിയാവിലുണ്ട്. നബിമാര്, ആ നബിമാരുടെ നായിബികൾ അല്ലാഹു പറയുകയാണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ ദുർബോധനം സ്വാധീനം ചെലുത്തുന്ന പിശാചുകളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്? മനുഷ്യൻ ദുനിയാവിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടവനാണ്. തിന്മ വേണമെങ്കിൽ ചെയ്തു കൂട്ടിക്കൊള്ളട്ടെ. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരിക്കൽ പിശാച് വന്നു. യഹ്യാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിന്റെ കയ്യിൽ എല്ലാവരെയും വഴികെടുത്തുന്നതിന് അനിവാര്യമായ ഘടകങ്ങളുണ്ടോ? പിശാച് പറഞ്ഞ എല്ലാവരെയും വഴികെടുത്താൻ അനിവാര്യമായ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ നബിയാണ്, എന്നെ വഴികെടുത്തുന്നതിന് എന്തെങ്കിലും കാര്യങ്ങൾ നിനക്കുണ്ടോ? നിങ്ങളെ വഴികെടുത്താൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ പടച്ചവന്റെ സഹായം കൊണ്ട് നിങ്ങളെ വഴികെടുത്താൻ പറ്റൂല. എന്നെ വഴികെടുത്താൻ നിന്റെ കയ്യിലുള്ള സൂത്രം എന്താണ്? പിശാച് പറയുകയുണ്ടായി, നിങ്ങൾക്ക് അമിതമായ വിശപ്പ് ഞാൻ ഉണ്ടാക്കി തരും. നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കില്ല, പക്ഷെ നിസ്കാരത്തിൽ വേണ്ടത്ര ഭയഭക്തി ഉണ്ടാകില്ല. നിങ്ങൾ ദിക്ർ ഉപേക്ഷിക്കില്ല, പക്ഷെ നാവ് കൊണ്ട് ദിക്ർ ചെയ്യും. ഹൃദയത്തിൽ വേണ്ടത്ര ഭയഭക്തി കിട്ടത്തില്ല. യഹ്യാ നബി അലൈഹിസ്സലാം അപ്പോൾ തന്നെ ഒരു പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കില്ല. പിശാച് പറഞ്ഞു, സൂത്രത്തിലൂടെ ഇങ്ങോട്ട് നീ അല്ലാതെ മറ്റാരും എന്നിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടില്ല. പ്രവാചകന്മാരെയും എങ്ങനെയെല്ലാം അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് താഴേക്ക് വലിച്ചിടാൻ പറ്റുമോ അതൊക്കെ പിശാച് ചെയ്യും. നന്മയുടെ പ്രതീകങ്ങളായ ആൾക്കാരുടെ പിന്നാലെ പിശാച് മരിക്കുന്നത് വരെയും പോകും. ഏതെല്ലാം തരത്തിൽ അവരെ വഴികെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ വഴികെടുത്തു. അല്ലാമ ഫഖ്റുദ്ദീൻ റാസി എന്ന് പറയുന്ന വലിയ ഒരു മുഫസ്സിറുൽ ഖുർആൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ധാരാളം യുക്തിവാദികൾ ഉണ്ടായിരുന്നു, നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ബുദ്ധിപരമായി തന്നെ പരാജയപ്പെടുത്തുന്നതിൽ അതീവ സാമർഥ്യമുള്ളയാളായിരുന്നു ഇമാം റാസി അലൈഹി റഹ്മ. അല്ലാഹുവിന്റെ അസ്തിത്വത്തിന് വേണ്ടി അദ്ദേഹം 100 തെളിവുകൾ ബുദ്ധിപരമായി തന്നെ എഴുതി തയ്യാറാക്കിയിരുന്നു. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ പിശാച് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളയില്ല എന്ന്. ഇമാം റാസി അലൈഹി റഹ്മ പറഞ്ഞു, അല്ലാഹു ഉണ്ട് എന്ന് വാദിച്ചു. പിശാച് പറഞ്ഞു, ഉണ്ട് എന്നതിന് തെളിവ് എന്താണ്? ഇമാം റാസി അലൈഹി റഹ്മ ഓരോ തെളിവുകൾ പറയാൻ തുടങ്ങി. പിശാചിന് ഈ തെളിവെല്ലാം അറിയാം. ആ തെളിവൊക്കെ പിശാച് പൊട്ടിച്ചു കളഞ്ഞപ്പോ ഓരോ തെളിവ് പറയുമ്പോഴും പിശാച് ആ തെളിവിനപ്പുറം പറയും. കാരണം പിശാചാണല്ലോ, അവൻ എല്ലാ കുതന്ത്രങ്ങളും അറിയാം. 100 തെളിവുകളും പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇമാം റാസി അലൈഹി റഹ്മയുടെ ആത്മീയ ഗുരുവര്യനുണ്ടായിരുന്ന നജുമുദ്ദീൻ അൽ കുബറ, അദ്ദേഹം ഒതുവെടുക്കുമ്പോൾ ഇമാം റാസി ശൈത്താനിനോട് മുനാദറ നടത്തുന്നതാ കാണുന്നത്. നജുമുദ്ദീൻ അൽ കുബറ റഹിമഹുള്ള ഇമാം റാസിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരോടാണ് ഈ സംവദിക്കുന്നത്? പിശാചിനോടാണ്. അവൻ എല്ലാ തെളിവും അറിഞ്ഞിട്ട് അവൻ കരുതി കൂട്ടി
ജോലിക്കാരിയായിട്ട് പുറത്തായിരിക്കുന്നത്. അതുകൊണ്ട് നീ അവരോടെന്തിനാണ് സംവദിക്കുന്നത്? അവരോട് പറ, തെളിവില്ലാതെ അല്ലാഹ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നും. തന്റെ ആത്മീയ ഗുരുവര്യനായ നജമുദ്ദീൻ അൽ കുബ്രയുടെ വാക്കിനെ അംഗീകരിച്ചുകൊണ്ട് ഇമാം റാസി അലൈഹി റഹ്മ പറഞ്ഞു, തെളിവില്ലാതെ അല്ലാഹു ഉണ്ട് എന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. പിശാച് അതോടുകൂടി പരാജയപ്പെട്ടു. ഇങ്ങനെ മരണം വരെയും ഒരു മനുഷ്യനെ എങ്ങനെയെല്ലാം ദീനിൽ നിന്ന് വ്യതിചലിപ്പിച്ച്, ഈമാനിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തിന്മയുടെ വക്താവാക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ലമ ഖുർതുബി റഹിമഹുല്ലാ തദ്കിറ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിനെ നബി തങ്ങളുടെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. മരണത്തിന്റെ വേളയിൽ ഓരോ മനുഷ്യന്റെ അടുക്കലും 2 പിശാചുക്കൾ വരും. ഒരു പിശാചിന് ബാപ്പയുടെ രൂപമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മരണാസന്നനായി കിടക്കുന്ന ആളാണ് എങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും എന്റെ വാപ്പ വന്നു എന്ന് ധരിക്കും. ബാപ്പയുടെ രൂപത്തിലുള്ള പിശാച് പറയുന്നു, തഅലാ ദീനിൽ യഹൂദിയ ഫഇന്നഹു ഖൈറുൽ അദിയാൻ. നിങ്ങൾ യഹൂദി മതത്തിലായിട്ട് മരിക്കുക, അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മതം. ബാപ്പ മരിച്ചിട്ടുണ്ട് എങ്കിൽ ബാപ്പ ആഖിറത്തിൽ പോയി വന്നിരിക്കുകയാണ് എന്ന സങ്കല്പത്തിൽ അയാളുടെ ഈമാൻ തെറ്റാൻ സാധ്യതയില്ല. ഇനി ആ കടമ്പയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് മറ്റൊരു പിശാച് ഉമ്മയുടെ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ആ ഉമ്മയുടെ രൂപത്തിലിരിക്കുന്ന ശൈത്താൻ പറയും, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മതത്തിൽ മരണപ്പെടുക, അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മതം. ഉമ്മ മരണപ്പെട്ടു എങ്കിൽ ഇയാൾ അറിയാതെ തന്നെ ഉമ്മ മരണപ്പെട്ടു പാരത്രിക ലോകം കണ്ടിട്ട് വന്നിരിക്കുക, അതായിരിക്കും സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശരിയായ ഹൃദയത്തിൽ ഈമാനുള്ളയാളാണ് എങ്കിൽ ഈ 2 പിശാചുക്കൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പിശാചുക്കൾ മാറിക്കളയും. നിങ്ങൾക്ക് അല്ലാഹു റുജുവായ ഇസ്ലാം മതത്തിന് നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദീൻ. അതിൽ നിങ്ങൾ മരണപ്പെടുക. അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവര് പിന്നീട് പ്രതിസന്ധിയുടെ നടുത്തടത്തിലൂടെ കടന്നുപോയപ്പോ ഹൃദയത്തിലുണ്ടായ ഈമാനിൽ അല്പവും ഇടർച്ചയും പതർച്ചയും സംഭവിക്കാതെ അതിൽ അടിയുറച്ചു നിന്നവർ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണത്തിന്റെ സന്ദർഭത്തിൽ മാലാഖമാർ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ജിബ്രീലിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അവരവന്റെ സന്തോഷവാർത്ത അറിയിക്കും, നീ പേടിക്കേണ്ട, നീ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ കൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക. മരണത്തിന്റെ വേളയിൽ വരെയും പിശാചിന്റെ കുതന്ത്രങ്ങൾ ഉണ്ടായിരിക്കും. വലിയ വലിയ സ്റ്റാൻഡുകളിൽ ദീനിയായ നിലയിൽ സ്ഥാനങ്ങളിൽ എത്തിയവർ അവരെ എങ്ങനെ ആ സ്ഥാനങ്ങളിൽ നിന്ന് താഴേക്ക് വലിച്ചിടാം എന്ന് പിശാച് ചിന്തിക്കുകയും അതിനുവേണ്ടി അവൻ അധ്വാനിക്കുകയും ചെയ്യും. ദുൽഖിഫിലി എന്ന് പറയുന്ന ഒരു ആളുടെ സംഭവം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അലിയസഈ എന്ന് പറയുന്ന പ്രവാചകൻ പ്രായമായപ്പോൾ
അദ്ദേഹം പ്രവാചകനായിരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഖാദി കൂടിയായിരുന്നു, രാജ്യത്തിന്റെ ജഡ്ജി കൂടിയായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം തീർപ്പ് കൽപ്പിക്കുമായിരുന്നു. രോഗിയായി രോഗം മൂർച്ഛിച്ച് മരണാസന്നനായി കിടന്നപ്പോ തന്റെ ഈ സ്ഥാനം മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ ഒരു യോഗം, വലിയ ഒരു മീറ്റിംഗ് തന്നെ നടത്തി. ധാരാളം പേര് അവിടെ ഒരുമിച്ച് കൂട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ 3 ഗുണങ്ങൾ അവരിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, പകലെല്ലാം നോമ്പെടുക്കണം. 2, രാത്രി ഉറങ്ങാൻ പാടില്ല, രാത്രിയെല്ലാം നിസ്കരിക്കണം. 3, ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെ വിശ്വതി എന്ന് പറയുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇക്കാര്യം ഏറ്റെടുത്തുകൊള്ളാം. അലിയസഹ പ്രവാചകൻ നോക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുന്നയാളല്ല. അങ്ങനെ പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഒരു സമ്മേളനം വിളിച്ചു. പിറ്റേ ദിവസവും ഇദ്ദേഹം തന്നെ എഴുന്നേറ്റ് നിന്നു. അലിയസഹ പ്രവാചകൻ ഈ 3 കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഖുറാത്തിന്റെ കാര്യങ്ങളെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ വിശ്വതി എന്ന് പറയുന്നയാൾ ദൽ കിഫ്ലി എന്ന ലഖബ്, അപരനാമത്തിന് അർഹനായി തീർന്നു. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുന്നയാൾ എന്ന ദുൽ കിഫ്ലിന്റെ അർത്ഥം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വല്ലാത്ത അംഗീകാരം ദീനിന്റെ പേരിൽ ദുൽകിഫിലിന് കിട്ടി. ശൈത്താന് സഹിക്കുന്നില്ല. എങ്ങനെ ഇയാളെ ഈ സ്റ്റാൻഡിൽ നിന്ന് താഴേക്ക് ഇടാമെന്ന് ശൈത്താൻ ആലോചിച്ചു. ഒന്നിന് പകൽ ഇയാളെ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ രാത്രി ഇയാളെ ഉറക്കണം, അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടുത്തിക്കണം. ഇതിനുവേണ്ടി പിശാച് ഒരിക്കൽ ഇദ്ദേഹം പകല് കൈലൂല ഉറങ്ങുന്ന സമയമുണ്ട്. ഉച്ച സമയത്ത് അല്പസമയം വിശ്രമിക്കുക, രാത്രി ഉറങ്ങാൻ പാടില്ലല്ലോ. ഈ ഉറങ്ങുന്ന സമയം ഇദ്ദേഹം വിശ്രമത്തിന് വേണ്ടി വിശ്രമ മുറിയിൽ കിടക്കുമ്പോൾ വാതിൽ വന്ന് തട്ടി. ആരാണ്? ഞാൻ നിങ്ങളുടെ കോർട്ടിൽ വലിയ ഒരു പ്രശ്നവുമായി വന്നിരിക്കുകയാണ്. വാതിൽ തുറന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്റെ ഭൂമിയെ 2 പേര് കയ്യേറിയിരിക്കുകയാണ്. ആ 2 പേരെയും വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കോർട്ടിൽ ഹാജരാകാൻ ആഗ്രഹിക്കുകയാണ്. ദുൽകിഫിലെ കോർട്ടിലേക്ക് പോയി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിശ്ചയിച്ചിരുന്ന സ്ഥലം. കുറേ സമയം അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം വന്നില്ല. അന്നത്തെ ദിവസത്തെ കൈലൂല ഉറങ്ങുപോയി. പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ അതേ സമയം ഉച്ചവിശ്രമത്തിന്റെ സമയത്ത് വാതിൽ തട്ടി. ആരാണ്? ഒരു പ്രശ്നവുമായ ഒരാൾ വന്നിരിക്കുക. വാതിൽ വന്നപ്പോ ഇന്നലെ നിന്ന് അതേ ആള് നിൽക്കുകയാണ്. ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇന്നലെ കോർട്ടിലെ പ്രതികളുമായി വരാത്തത്? അത് ഞാൻ പ്രതികൾക്ക് പോയി സംസാരിച്ചപ്പോ അവര് പറഞ്ഞുള്ള ഭൂമി മടക്കി നൽകിയെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ആയപ്പോ അവർ വീണ്ടും എന്നിൽ നിന്നത് പിടിച്ചെടുത്തിരിക്കുകയാണ്. ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ. ദേഷ്യപ്പെട്ടില്ല. നേരെ കോർട്ടിലേക്ക് പോയി കാത്തിരുന്നു. പിറ്റേ ദിവസം അയാൾ വന്നില്ല. കൈലൂല ഉറങ്ങുന്ന സമയം നഷ്ടപ്പെട്ടു, ഉറക്കം പോയി. 3ാമത്തെ ദിവസം ആരും വാതിലിൽ തട്ടാൻ വേണ്ടി പാടില്ല, തട്ടിയാൽ വാതിൽ തുറക്കരുത് എന്ന് പ്രതിജ്ഞ ചെയ്തു. കാരണം 3ാമത്തെ ദിവസം കൂടെ ഉച്ച സമയത്ത് ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രാത്രി അറിയാതെ നിസ്കാരത്തിൽ ഉറങ്ങിപ്പോ. 3ാമത്തെ ദിവസം പിശാച് വന്ന് മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. വാതിൽ തട്ടി, പക്ഷേ വാതിൽ തുറക്കുന്നില്ല. പിശാചിന് വാതിലിന്റെ ആവശ്യമില്ലല്ലോ. വാതിലെല്ലാം പൂട്ടിയാലും ഓരോന്നിൽ വരാൻ പറ്റും. ദുൽകിഫിൽ നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ കിടപ്പറയിൽ 2 ദിവസം വന്നയാൾ ഇരിക്കുകയാണ്. ഞാൻ ഇന്നലത്തെ പ്രശ്നവുമായി വന്നിരിക്കുകയാണ്. ദുൽകിഫിൽ പറഞ്ഞു, അന്ത ശൈത്താനുൽ ലഈൻ, നീ ലഈനായ ശൈത്താനാണ് എന്ന് എനിക്ക് മനസ്സിലായി. ശൈത്താൻ മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ കള്ളി മനസ്സിലാക്കി ശൈത്താൻ അങ്ങനെ തന്നെ പരാജയപ്പെട്ടു മടങ്ങിപ്പോയി. ദുൽകിഫിൽ പ്രവാചകനെ എങ്ങനെയെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുത്തിക്കണം, അല്ലെങ്കിൽ രാത്രി ഒന്ന് ഉറക്കണം, അല്ലെങ്കിൽ നോമ്പ് മുറിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എത്തിയിരിക്കുന്ന ആ സ്ഥാനത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ. ഇതും പിശാച് ആഗ്രഹിക്കുന്നു. ദീനിന്റെ കർമ്മങ്ങളിൽ, ദീനിന്റെ അമലുകളിൽ മുന്നേറുന്ന ആൾക്കാരെ ആ സ്ഥാനത്തിൽ നിന്ന് എങ്ങനെയൊക്കെ വലിച്ചിടാൻ പറ്റും അങ്ങനെയൊക്കെ വലിച്ചിടാൻ വേണ്ടി അവൻ ശ്രമിക്കും. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇസ്മാഈല വഇദ്രീസ വദൽ കിഫിൽ കുല്ലും മിനസ് സാബിരീൻ
وأدخلناهم في رحمتنا إنهم من الصالحين وإسماعيل عليه السلام وإدريس عليه السلام وذا الكفل പ്രവാചകൻ كل من الصابرين എല്ലാവരും ക്ഷമാശീലരിൽപ്പെട്ടവരായിരുന്നു وأدخلناهم في رحمتنا അവരെ നാം നമ്മുടെ റഹ്മത്തിൽ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു ഇന്നഹും മിനസ് സാലിഹീൻ തീർച്ചയായും അവർ സാലിഹീങ്ങളിൽപ്പെട്ടയാളാണ്. പിശാച് ആരിൽ നിന്നും ഒഴിവാകില്ല, എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവും. ആബിദാണ് എങ്കിൽ അവന്റെ ഇബാദത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാൻ, ആലിമാണ് എങ്കിൽ അവന്റെ ഇൽമിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാൻ, ദാഇയാണെങ്കിൽ അവന് ദഅവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, ഏതെല്ലാം തരത്തിൽ അവന് സ്വാധീനം ചെലുത്താൻ പറ്റുമോ ആ നിലയിലൊക്കെ അവൻ സ്വാധീനം ചെലുത്തും. പക്ഷെ ഒരു ചില ഗുണങ്ങളുണ്ട് എങ്കിൽ നമ്മളെ ശൈത്താന് സ്വാധീനിക്കാൻ പറ്റും. ഖുർആൻ പറയുന്നു ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൂനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. ഫൈദാ ഖറഅതൽ ഖുർആന നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണം. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ തീർച്ചയായും അവന് ആധിപത്യം ചെലുത്താൻ കഴിയില്ല അലല്ലദീന ആമനൂ സത്യവിശ്വാസികളുടെ മേൽ വഅലാ റബ്ബിഹിം യതവക്കലൂൻ കാര്യങ്ങൾ അല്ലാഹുവിന്റെ മേൽ വരമേൽപ്പിക്കുന്നവരിലും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഭാഗ്യമായ ഏർപ്പാടുകളിലേക്കും സംവിധാനങ്ങളിലേക്കും നമ്മുടെ ഹൃദയം അവലംബിക്കാൻ പാടില്ല, അല്ലാഹുവിലേക്ക് മാത്രം കാര്യങ്ങൾ അവലംബിക്കണം. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൂനഹു പിശാച് ആധിപത്യം ചെലുത്തുന്നത് പിശാചിനെ രക്ഷകർത്താവാക്കുന്നവർക്കാണ്. ഹൃദയത്തിൽ തോന്നുന്ന വികാര വിചാരങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുക. അതിന് പടച്ചോന്റെ കൽപ്പനയുണ്ടോ നിബിധങ്ങളുടെ നിർദ്ദേശമുണ്ടോ ഇതൊന്നും ആലോചിക്കില്ല. അല്ലാഹുവിന്റെ കൂട്ടത്തിൽ പങ്കു ചേർക്കുന്നവരും ശിർക്ക് ചെയ്യുന്നവരിൽ പിശാച് പെട്ടെന്ന് സ്വാധീനം ചെയ്യും മുശ്രിക്കുകൾ. അതുകൊണ്ട് പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ പിശാചിനെ കാണുന്നില്ല. ഇന്നഹു യറാകും വഖബീലു അവനും അവന്റെ സൈന്യമൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നമ്മെ തിന്മയിലേക്ക് ആനയിക്കുന്ന ആൾക്കാരിൽ നിന്ന് അങ്ങനെയുള്ള ദുശക്തികളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കണം. എപ്പോഴും നമ്മൾ അവന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അനിവാര്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പിശാച് നമ്മളെ തിന്മയുടെ വക്താവാക്കി അവസാനം നന്മയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തിന്മയുടെ വക്താവാക്കി ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി അങ്ങനെ മരിക്കേണ്ടുന്ന അവസരം ഒന്ന് കാക്കുമാറില്ല. ബനൂ ഇസ്രായേലിയരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു റാഹിബുണ്ടായിരുന്ന ഒരു സന്യാസി അല്ലാഹുവിന്റെ ഇബാദത്തിൽ തന്നെ നിരതനായി കഴിഞ്ഞുകൂടിയാണ്. പിശാച് പല സന്ദർഭത്തിൽ ഇയാളെ വഴികെടുത്താൻ വേണ്ടി പല കുതന്ത്രങ്ങൾ മെനഞ്ഞു എങ്കിലും ആ കുതന്ത്രങ്ങൾ ഒന്നും ഏൽക്കുന്നില്ല. അങ്ങനെ ഈസാ പ്രവാചകനിൽ വിശ്വസിച്ച ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളായതുകൊണ്ട് ഒരു ദിവസം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കോലത്തിൽ പിശാച് വന്നു.
എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാൻ ദൈവപുത്രനാണ്. ഈ റാഹിബ് പറഞ്ഞു, നീ ദൈവപുത്രനല്ല, നീ ശൈത്താനാണ്. കാരണം എന്ന് പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാം എന്നോട് ദഅവത്ത് ചെയ്തിട്ടുണ്ട്, ഈസാ നബി ആരാധിക്കരുത്, അള്ളാനെ ആരാധിക്കണം എന്ന്. നീ ഇപ്പൊ അള്ളാനെ ആരാധിക്കാനല്ല പറയുന്നത്, നിന്നെ ആരാധിക്കാനാ പറയുന്നത്. നീ ഈസയല്ല, ഈസയുടെ കോലത്തിൽ വന്നിരിക്കുന്ന പിശാചാണ്. പിശാച് എന്ത് ചെയ്തു? അയാളുടെ മുന്നിൽ പരാതിയെ സംബന്ധിച്ച് മടങ്ങുകയും. ഇങ്ങനെ നന്മ പ്രവർത്തിക്കുന്ന ഈ ആൾക്കാരുടെ മുന്നിലേക്ക് നന്മയുടെ കോലത്തിലായിരിക്കും പിശാച് വരുന്നത്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ പിടികൂടി അയാളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തി ആ മനുഷ്യൻ വഴി നമ്മുടെ കൂട്ടുകാരനായിരിക്കും നമ്മളെ നന്മയിൽ നിന്ന് വ്യതിചലിപ്പിക്കും. അല്ലാഹു ശരിയായി നമുക്ക് ഓരോരുത്തർക്കും പിശാചിന്റെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.